ഈ ഷോറൂമിലേക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണി വളരെയധികം കുറവായിരിക്കും. കാര്യം ഇൻട്രോയും കാര്യങ്ങളൊന്നും അധികം പറഞ്ഞ് വലിച്ചു കിട്ടേണ്ട കാര്യമില്ല. ഇവനെ കണ്ടാൽ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഏതാ ഷോറൂം ഏതാ ലൊക്കേഷനൊക്കെ അറിയാം. എന്നിരുന്നാൽ കൂടി പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ പുതിയൊരു ചാനലിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് അറിയാൻ വേണ്ടി പറയാണ്. അൽവിനെ നമസ്കാരം, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്താം ഷോറൂമിന്റെ. നമ്മുടെ ഷോറൂം വരുന്നത് തൃശ്ശൂർ തൃപ്രയാറാണ്. തൃപ്രയാർ നിയർ പോളി ജംഗ്ഷൻ എന്ന് പറയും. നിയർ സിവിൽ സ്റ്റേഷന്റെ അപ്പുറത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഇവിടെ മാരുതിയുടെ ട്രൂ വാല്യൂ നമ്മുടെ യൂസർ കാർ സെക്ഷനും ഉണ്ട്. അതുപോലെ മാരുതിയുടെ സർവീസ് സെക്ഷൻ, അതുപോലെ ന്യൂ കാർ സൈഡ്സ് എല്ലാം വരുന്ന ഒരു ഒറ്റ കോമ്പൗണ്ടിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ട്രൂ വാല്യൂ ഷോറൂമിൽ നിന്ന് ഒരു വാഹനം എടുക്കുമ്പോൾ ആ എടുക്കുന്ന കസ്റ്റമറിന് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ കൊടുക്കുക. നമുക്ക് വിശ്വസിച്ചെടുക്കാം. ഫ്രണ്ട് വണ്ടി, മേജർ ആക്സിഡന്റ് വണ്ടി, കിലോമീറ്റർ ഇരിച്ച വണ്ടി, അങ്ങനത്തെ വണ്ടി നമ്മൾ എടുക്കില്ല. അതുപോലെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. മാറിയില്ല, ഡോർ മാറിയിട്ടില്ല, ബോണറ്റ് മാറിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ ഒരു വണ്ടി എടുത്ത സാധാരണ അറിയാം, ഒരു യൂസർ കാർ എടുക്കുമ്പോൾ എന്തായാലും വർക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ട്രൂ വാല്യൂ നിന്ന് എടുക്കുമ്പോൾ ഈ പറഞ്ഞ മെക്കാനിക്കൽ വർക്കുകൾ എന്തെങ്കിലും അതെല്ലാം ക്ലിയർ ആക്കി ഓയിൽ ഫിൽറ്റർ സ്പാർക്കിളൊക്കെ മാറി മേജറായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം പെയിന്റ് ചെയ്ത് വാഷിംഗ് പോളിഷിംഗ് ചെയ്ത് ഒരു സർവീസ് ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. പിന്നെ സർട്ടിഫൈഡ് വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2018 മോഡിക്കുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ മാരുതി 6 മാസം തൊട്ടിട്ട് 1 ഇയർ വരെയുള്ള വാറണ്ടിയും വരുന്നുണ്ട്. അതുപോലെ 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾക്ക് ഇവിടെ ഫിക്സ്ഡ് പ്രൈസ് ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് വാഹനങ്ങൾക്ക് കൊടുക്കുന്നത്. അതായത് എടുത്ത പോലെ, അതായത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുത്ത പോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ വാഹനത്തിന് ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടാവില്ല. പോരാത്തതിന് ഈ പറയുന്ന പ്രൈസ് ഉണ്ടാവില്ല. പ്രൈസ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. പക്ഷെ അങ്ങനെയല്ല, എല്ലാ പണിയും കാര്യങ്ങളും നോക്കി ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ പാസ്സായിട്ട് അതിന് വാറണ്ടി ഫ്രീ സർവീസ് ഒക്കെ ആയിട്ടാണ് വാഹനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് വണ്ടി കയറുന്ന പോലെ ഒരിക്കലും പുറത്തൊരു കച്ചവടക്കാർക്ക് വണ്ടി കയറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% കസ്റ്റമേഴ്സും വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു 90% വണ്ടികൾ വരുന്നത് ന്യൂ കാർ എക്സ്ചേഞ്ച് ആണ്. അതുപോലെ ഒരു 5% വണ്ടികൾ ട്രൂ വാല്യൂ കാർ എക്സ്ചേഞ്ച് വരുന്നുണ്ട്. ഒരു 5% വണ്ടികൾ ഇപ്പോൾ വിദേശത്തുള്ളവർ അല്ലെങ്കിൽ നാട്ടിൽ വണ്ടി ഓടിക്കാനില്ലാണ്ടും പിന്നെ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതാണ് ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ വരുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു പണ്ടത്തെ പോലെയല്ല. ഒരു കസ്റ്റമേഴ്സ് ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ 5, 6, 7, 8 വർഷം ഒന്നും യൂസ് ചെയ്യണില്ല. ഒരു 2 3 വർഷമൊക്കെ മാക്സിമം യൂസ് ചെയ്യണം. കാരണം അപ്പോഴേക്കും പുതിയ മോഡൽ കാർസ് വരുന്നു. അപ്പൊ നമുക്ക് എക്സ്ചേഞ്ച് വരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിന് പുതിയൊരു കാർ എടുക്കണം, ഇപ്പൊ ഒരു ഓൾട്ടോ എടുക്കണം തന്നെ ഒരു 6 ലക്ഷം രൂപയോളം കൊടുക്കണം. ആ ഒരു ബഡ്ജറ്റ് നമുക്ക് സ്വിഫ്റ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു വണ്ടി ഒരു കസ്റ്റമർ വന്ന് വണ്ടിയുടെ എന്ത് വില കിട്ടുന്ന വെച്ചാൽ ആ വില നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. കാരണം നമ്മുടെ ഈ വാല്യൂ വന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് ഒരു വണ്ടിക്ക് വില വരുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു മോഡൽ മാത്രമല്ല, ക്വാളിറ്റിക്കും കൂടിയാണ് പൈസ വരുന്നത്. കാരണം ഒരു 2009 ഓൾട്ടോ നമുക്കൊരു 70,000 80,000 രൂപയ്ക്ക് കിട്ടാനുണ്ട്, 1.5 ലക്ഷം രൂപ കിട്ടാനുണ്ട്. അത് വണ്ടി ക്വാളിറ്റിയാണ്. കസ്റ്റമേഴ്സ് പറയും ആ വണ്ടി ഇത്ര രൂപയ്ക്കാണ് കൊടുത്തത്, പിന്നെ എന്തുകൊണ്ട് എന്റെ വണ്ടി ഇത്ര. ക്വാളിറ്റി കാരണമാണ് ആ ഒരു വേരിയേഷൻ വരും. ഓണർഷിപ്പ്, കിലോമീറ്റർ, ക്വാളിറ്റി, അങ്ങനത്തെ റീപ്ലേസ്മെന്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ വേരിയേഷൻ വരും. പുതിയ കാറിന് എല്ലാ സ്ഥലത്തും ഒരേ പ്രൈസ് ആയിരിക്കും, അതിന് മാറ്റം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ യൂസ്ഡ് കാർസിന് ക്വാളിറ്റി അനുസരിച്ച് വില കുറയും, വില കൂടും. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് പുതിയ കാറുകളുടെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊന്ന് അവൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ജസ്റ്റ് ഇവനാണ് ആള്. പുതിയ കാറിന്റെ എന്ത് ഡീറ്റെയിൽസ് അറിയാനും ബുക്കിങ്ങിന് എൻക്വയറിക്കൊക്കെ വേണ്ടിയിട്ട് ഇവനെ കോൺടാക്ട് ചെയ്യുമെന്ന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. എൻ്റെ പേര് അനന്തു എന്നാണ്. ഞങ്ങളുടെ തൃപ്തിയാർ തന്നെ പുതിയ ന്യൂ കാർ സെയിൽസുള്ള പയ്യനാണ്. അപ്പോൾ അറീനയിലും നെക്സയിലും ഏത് പുതിയ കാർ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ആദ്യം തന്നെ സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഓൾട്ടോ 800 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2020 മോഡൽ ഓൾട്ടോ 800 സെക്കൻഡ് ഓണറാണ് കിടക്കുന്ന. നിലവിൽ വെറും 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 9,000 കിലോമീറ്റർ എല്ലാം ഉണ്ട്. നല്ല വണ്ടിയാണ്. അതെ. അതുപോലെ BS6 എഞ്ചിനാണ്. ABS, എയർ ബാഗ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അങ്ങനെ സേഫ്റ്റി മെഷേഴ്സിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഒരു 10-30,000 ആക്സറീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റിമോട്ട് സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റീരിയോ, സ്പോയിലർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല എടുത്തു കഴിഞ്ഞാൽ. വെറും 9,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പിന്നെ ഇത് സർട്ടിഫൈഡ് വണ്ടിയാണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ, ലോ കിലോമീറ്റർ ഓടിവാനല്ലേ. ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. ഇത് നമ്മൾ 3,65,000 ചോദിക്കുന്നത്. 3,65,000. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 40,000 ഡൗൺ പേയ്മെന്റ് മതി. ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം, ഏറ്റവും പ്രിയപ്പെട്ട കളറിലല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ.
ഇത് 2023 മോഡല് വാഗണാർ ZX വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണോ? അതെ, ഫുൾ ഓപ്ഷൻ അല്ല, ഫുള്ളിന് തൊട്ട് താഴെ 1.2 ലിറ്റർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ ഇതാണ്. 1200 cc ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 10-30,000 ആക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതിൽ ഡ്യൂൽ എയർ ബാഗ്, ABS, EBD, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, സ്റ്റീറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറർ, റിമോട്ട് സെന്റർ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ടയേഴ്സ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി അഡീഷൻ ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങൾ, 1 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു പേടിയില്ലാതെ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇത്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 6,55,000 ചോദിക്കുന്നത്. 6,55,000. അത് നമുക്ക് 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് സ്വിഫ്റ്റ് വൈറ്റ് കളർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2018 മോഡൽ സ്വിഫ്റ്റ് VX ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. VX ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 66,000 കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കമ്പനി സർട്ടിഫൈഡ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ സേഫ്റ്റി ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് 4 ഡോർ പവർ വിൻഡോ, റിമോട്ട് സെന്റർ ലോക്ക്, ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറേഴ്സ്, മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണ്ടിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് സ്റ്റീറിംഗ് മോഡ്, ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എടുക്കുന്ന കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള വാഹനമാണ്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് 4 അല്ലേ? ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 6,30,000 നമ്മൾ ചോദിക്കുന്നത്. 6,30,000. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്കൊരു 5,45,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 5,80 വരെ ചെയ്ത് കൊടുക്കാം. 5,50 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തായിട്ട് ഓൾട്ടോ നിർത്തുമുള്ള ലാസ്റ്റ് ഫേസിൽ വരുന്ന വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ ഓൾട്ടോ 800 LX ഓപ്ഷണൽ ആണ് വേരിയന്റ്. LX ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട്. LXയിൽ സാധാരണ ഒരു എയർ ബാഗ് ഉണ്ടാവുള്ളൂ. ഇത് ഡ്യൂൽ എയർ ബാഗ് വരുന്നുണ്ട്. 2 എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? സാധാരണക്കാരെ എപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് ഫുൾ ലോൺ കിട്ടുമോ. ഈ വണ്ടി നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ്. വേറെ സിവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് തരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 45,000. മോഡൽ എത്രയാണ്? 2022 മോഡലാണ്. 2022 മോഡലാണല്ലേ? അതെ. ഇതില് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതില് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, ഡ്യൂൽ എയർ ബാഗ്, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ആണ് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വരുന്നത്. പിന്നെ കസ്റ്റമർ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. വേറെ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ സെന്റർ ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അതൊക്കെ കസ്റ്റമർ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് നമ്മൾ 3,75,000 ചോദിക്കുന്നത്. 3,75,000 ചോദിക്കുന്ന പ്രൈസ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 3,70,75,000 രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ലോൺ കൂടാതെ നമുക്ക് ഇതിപ്പോ വൈറ്റ് കളർ ആണ്. ഇതേ സെയിം മോഡൽ 22 മോഡൽ ഒരു ഗ്രേ കളർ കൂടി ഉണ്ട്. അതും സെയിം 3,75,000 റേറ്റ് വരുന്നത്. അതും നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഫുൾ ലോണിൽ വാഹനങ്ങൾ അതായത് ഫുൾ ലോണിൽ വാഹനങ്ങൾ അന്വേഷിച്ചെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂം കൂടിയാണ് പ്രിയർ പോപ്പുലർ ട്രോളി ഷോറൂം. അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങനത്തെ വാഹനങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. 2 വാഹനം ഫുൾ ലോണിൽ സ്റ്റോക്ക് ഉണ്ട്. അതെ, രണ്ടും 2022 മോഡലാണ്. കളർ ചേഞ്ച് ആണ്. ഒരു വൈറ്റും ഒരെണ്ണം ഗ്രേയും. അടുത്തായിട്ട് മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിൽ ഏറ്റവും ചെറിയ വാഹനമാണ് ഇഗ്നിസ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഏറ്റവും ചെറിയതെന്ന് പറഞ്ഞാൽ നെക്സയിൽ ഏറ്റവും ചെറിയ ചെറുത്. അതാണ് പ്രീമിയം സെഗ്മെന്റ് എടുത്ത് പറഞ്ഞത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2021 മോഡൽ ഇഗ്നിസ് സീറ്റ വരുന്നതാണ്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴത്തെ മോഡൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുറമെ കണ്ട ഫുൾ ഓപ്ഷൻ തന്നെ. അലവില് ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ അപേക്ഷിച്ച് 2-3 കാര്യങ്ങൾ മാത്രമേ കുറവുള്ളൂ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 59,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ. അത് പെട്രോൾ എഞ്ചിനാണ്. ഈ 59,000 കിലോമീറ്റർ ഹിസ്റ്ററിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെ വരുന്നത്? ഇതിൽ നമുക്ക് ഡ്യൂൽ എയർ ബാഗ്, ABS, EBD, അതുപോലെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡുള്ള സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ ആണ് വരുന്നത്. അതുപോലെ സ്റ്റീറിംഗ് മോഡ് കൺട്രോൾസ്, പുഷ് സ്റ്റാർട്ട് ബട്ടൺ, ഇലക്ട്രിക് ഫോൾഡിംഗ് മിറർ, അഡ്ജസ്റ്റിംഗ് മിറർ വരുന്നുണ്ട്. അതുപോലെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അലൈവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരും. നോർമൽ വണ്ടിയിൽ ക്യാമറ വരുന്നില്ല. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഫുള്ളോട് വണ്ടിയാണ്. അതിലെല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? സർട്ടിഫൈഡ് വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ
സർവീസ് ഉണ്ട്. അപ്പൊ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സർവീസിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 ഫ്രീ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ 5,98,000 രൂപയാണ് ചോദിക്കുന്നത്. 5,98,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിലൊക്കെ എത്ര ലോൺ? നമുക്കൊരു 5.5 വരെയൊക്കെ ലോൺ കിട്ടും. 5.5 ലോൺ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് വീണ്ടും ഓൾട്ടോ 800 ഗ്രേ കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2020 മോഡല് ഓൾട്ടോ 800 LXA ആണ് വരുന്നത്. LXA ബേസ് മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 55,000 കിലോമീറ്റർ വണ്ടി ഓടിക്കും. 55,000 കിലോമീറ്റർ. പെട്രോൾ എഞ്ചിന് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. ഇതിൽ എന്തൊക്കെയാണ് LXA ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ 2 ഡോർ പവർ വിൻഡോ, പിന്നെ എയർ ബാഗ്, ABS, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, BS6 എഞ്ചിനാണ് വരുന്നത്. BS6 എഞ്ചിനാണല്ലേ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. സർട്ടിഫൈഡ് വണ്ടിയാണ്. അതിന് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,50,000 ചോദിക്കുന്നത്. 3,50,000. 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. 3 ലക്ഷം 3,20,000 ലോൺ ചെയ്ത് കൊടുക്കാം. അതായത് ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് വാറന്റിയോട് കൂടിയിട്ട് ചെറിയ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രിപ്പയറുള്ള പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലേക്ക് വരാവുന്നതാണ്. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഈ മാസം കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് വീണ്ടും സ്വിഫ്റ്റ് ഗ്രേ കളറിലെ അത് ഓട്ടോമാറ്റിക് നമ്മൾ ഇതും ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് കാറുകൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് എന്തായാലും ചാകരയാണ് ഇന്നത്തെ വീഡിയോ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VXA ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വെറും 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ. കാര്യങ്ങളെല്ലാം സർട്ടിഫൈഡ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെ എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, റിവേഴ്സ് പാർക്ക് സെൻസർ, ബ്രേക്ക് അസിസ്റ്റ്, അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ബ്ലൂടൂത്ത് ആയിട്ടുള്ള സ്റ്റീരിയോ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 90% ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ചോദിക്കേണ്ടത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വാറണ്ടി ഉണ്ടോ? വാറണ്ടി 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ പിന്നെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6,90,000 നമ്മൾ ചോദിക്കുന്നത്. 6,90,000. അതിൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കിയോ. അടുത്തായിട്ട് മാരുതിയുടെ സെലീറിയോ അല്ലേ? മൈലേജ് സെഗ്മെന്റ് വാഹനമാണോ അത്? അതെ, മൈലേജ് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡൽ സിലേറിയോ VXA ആണ് വേരിയന്റ്. നിലവിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 53,000 കിലോമീറ്റർ. അതെ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇതിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. കൂടാതെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് റിമോട്ട് സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? ഏകദേശം ഒരു 80% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് 3,60,000 നമ്മൾ ചോദിക്കുന്നത്. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിലൊരു 3 ലക്ഷം രൂപ വരെ 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. 60 ഒരു 50 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്തായിട്ട് മാരുതിയുടെ ബലേനോ അല്ലേ? ഇവിടെ ഉള്ളത് കുറച്ച് വാഹനങ്ങളാണെങ്കിലും എല്ലാം ക്വാളിറ്റി വാഹനങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം നമ്മൾ തിരയുന്ന ഒട്ടുമിക്ക വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ. ഇത് 2016 മോഡല് ബലനോ ഡെൽറ്റ വേരിയന്റ് ആണ്. ഇത് ഓട്ടോമാറ്റിക് എഞ്ചിനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ഡെൽറ്റ. ഓക്കെ. ഓണർഷിപ്പ് എത്ര? ഇത് നിലവിൽ ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 44,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ഡീസലാ? പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ AMT AGS എന്ന ഗിയർ ബോക്സ് അല്ല, CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. CVT ആണ് വരുന്നത്. അതെ. അതുകൊണ്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ലാഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. CVT അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അതെ. ഓക്കെ. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് അഡീഷണൽ? ഇതിന് നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS, EBD, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഡെൽറ്റ ഒരു മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. നെക്സ എടുക്കുന്നുണ്ട്. നെക്സ ചാനലിലുള്ള വണ്ടിയാണ് പറയുന്നത്. അത് പ്രീമിയം സെഗ്മെന്റ്. അതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ തന്നെ. ഒരു നമ്മൾ സ്വിഫ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഒരു ZX വേരിയന്റിൽ കാണുന്ന അത്യാവശ്യം ഫീച്ചറൊക്കെ ഇതിന്റെ സെക്കൻഡ് ഓപ്ഷനിൽ തന്നെ കൊടുക്കുന്നത്. പിന്നെ ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. പക്ഷേ ലൈവില് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഫോഗ് ലാമ്പ് അത്യാവശ്യം ആക്സറീസ് ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് എടുത്തിട്ട്. ഫോഗ് ലാമ്പ്, അലൈവില്, സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. അത്യാവശ്യം വേണ്ടതെല്ലാം മുൻപത്തെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് 6,18,000 ചോദിക്കുന്നത്. 6,18,000 പ്രൈസിലെ ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്കൊരു 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 5.5 വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഇതിന് നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 1 വർഷം വാറന്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്. മോഡൽ കുറച്ച് കുറഞ്ഞാലും നല്ല ക്വാളിറ്റി വാഹനങ്ങളാണെങ്കിൽ 1 ഇയർ വാറന്റി വരെ ഇവർ കൊടുക്കുന്നുണ്ട്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഷോറൂമാണ്. അടുത്തായിട്ട് മാരുതിയുടെ സെലീറിയോ തന്നെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016
14 മോഡൽ സിലേറിയോ VX ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർ ആണ്. 68,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 68,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. സെലറിയോ ഒക്കെ ഓട്ടോമാറ്റിക് പഴയ ഫേസിൽ വരുന്ന വാഹനങ്ങൾ നോക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു വാഹനം ഉപകാരപ്പെടും. കാരണം നല്ല ക്വാളിറ്റി വാഹനമാണ്. പിന്നെ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മാനുവൽ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അല്ലേ? പിന്നെ കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഒരു സൈഡ് ബമ്പറിന്റെ സൈഡ് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ സെയിൽ ആവുന്ന സമയത്ത് ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണോ കൊടുക്കുക? നമ്മളത് ക്ലിയർ ചെയ്ത്, അതുകൊണ്ടാണ് നമ്മുടെ റേറ്റ് എപ്പോഴും ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്നുണ്ട് ഒരു ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ റേറ്റ് ഫിക്സ്ഡ് ആണ്. കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു യൂസർ കാർ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വർക്ക് ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ വർക്ക് എല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി, ഓയിൽ ഫിൽറ്റർ സ്പാർക്കിളൊക്കെ മാറി, മെക്കാനിക് വർക്ക് എന്തെല്ലാം അതെല്ലാം ക്ലിയർ ആക്കി, മേജർ ആയിട്ടുള്ള സ്ക്രാച്ചസ് ഡെൻഡസ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കി പെയിന്റ് ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ രജിസ്റ്റേർഡ് കമ്പനിയെ കാരണം നമുക്ക് ടാക്സ് GST കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കച്ചവടക്കാരെ സംബന്ധിച്ചോളം അവരൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വാഷിംഗ് പോളിഷ് ചെയ്ത വണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർക്കെല്ലാം നമുക്ക് ഇതിനൊക്കെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കമ്പനിയിൽ എപ്പോഴും റേറ്റ് ഫിക്സ്ഡ് ആവുന്നത്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ വർക്കും ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുക. മോഡൽ കൂടിയ വണ്ടികളാകുമ്പോൾ നമുക്ക് മാരുതിയുടെ സർട്ടിഫിക്കേഷൻ, വാറണ്ടി, സർവീസ് ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ അതർ ബ്രാൻഡ് വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി അതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കമ്പനിയിൽ എപ്പോഴും റേറ്റ് ഫിക്സ്ഡ് ആവുന്നത്. റേറ്റ് ഫിക്സ്ഡ് ആവുന്നത് മാത്രമല്ല, സാധാരണ മറ്റുള്ള ചെറിയ ഷോറൂമുകളെ അപേക്ഷിച്ചിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. ആ മാറ്റമാണ് വാഹനങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ക്വാളിറ്റി വിശ്വാസം അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ വാഹനം കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന അതേപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും വില കുറവ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് വർക്കുകളെല്ലാം തീർത്ത് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും വാഹനങ്ങൾ സെയിലായി പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിലുണ്ട്. അടുത്തായിട്ട് വാഗനർ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വെറും വാഗനർ അല്ല, ബിഗ് വാഗനർ എന്നാണ് ഇതിന് പറയാം. ബിഗ് വാഗനർ. അതെ, 2019 തൊട്ട് ഇപ്പൊ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഗനർ ഇതാണ്. ഇതിപ്പോ 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള VX ആണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1000 cc. അതെ അതെ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിയും കാര്യങ്ങളുണ്ട്. നല്ല വണ്ടിയാണ്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ സർട്ടിഫൈഡ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലെന്തൊക്കെ VX ഫീച്ചേഴ്സ്? VX നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, അതുപോലെ ABS വരുന്നുണ്ട്, റിവേഴ്സ് പാർക്ക് സെൻസർ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റിംഗ് മിറർ അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ടയേഴ്സ് ആണുള്ളത്. അതെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ പെൻഷൻ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അതുപോലെ റേഷൻ കാർഡ് BPL യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കസ്റ്റമർക്ക് ഒരു പേടിയുണ്ട്. ഒരു കാർ, ഒരു ആഗ്രഹമാണ് കാർ എടുക്കണം എന്നുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്, എനിക്ക് ഇങ്ങനെ പോലെയാണ് പക്ഷെ എന്റെ പെൻഷൻ കിട്ടാണ്ടിരിക്കോ, അതുപോലെ റേഷൻ കാർഡ് മാറുമോ എന്നുള്ളൊരു ഇതുണ്ട്. നമുക്കൊരു 1000 cc മുകളിലേക്ക് പോകുന്ന വണ്ടികൾക്കാണ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇത് 1000 cc എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 999 cc RC ബുക്കിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു വണ്ടി വാഗനർ, ഇപ്പൊ ചില കസ്റ്റമർ വാഗനർ ആഗ്രഹം, കാരണം 1.2 എഞ്ചിൻ വരുന്നുണ്ട്. അപ്പൊ 1 ലിറ്റർ എഞ്ചിൻ ഉണ്ട്. ഈ വണ്ടി എടുക്കുന്നവർക്ക് കസ്റ്റമർ സ്പേഷ്യസ് വണ്ടിയായി, അതുപോലെ ഈ റേഷൻ കാർഡോ അതുപോലെയുള്ള ബെനിഫിറ്റുകൾ. റേഷൻ കാർഡിന്റെ കളർ മാറും, ഞങ്ങൾ പണക്കാരാകുന്നുള്ള ഒരു കാറുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പൊ 1000 cc താഴെ ആണ് ഈ ഒരു പ്രശ്നം വരില്ല. അപ്പൊ അങ്ങനെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം വലിയൊരു വാഹനമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ റേഷൻ കാർഡിനെ അതുപോലെ തന്നെ പെൻഷനെ കാര്യങ്ങളൊന്നും ബാധിക്കില്ല. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഇതിന്റെ വില എത്രയാണ്? ഇത് 4,90,000 നമ്മൾ ചോദിക്കുന്നത്. 4,90,000. അതിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കണം. നമുക്കൊരു 4 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 4.5 വരെ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് മതി. വാറണ്ടി കാര്യങ്ങളുണ്ടോ? ഇതിന് സർട്ടിഫൈഡ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അപ്പൊ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഒരു ബിഗ് വാഗനർ തന്നെയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് മാരുതി സ്വിഫ്റ്റ്. നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വാഹനമാണിത്. ഡീറ്റെയിൽസ് എങ്ങനെ അൽവിനെ? ഇത് 2020 മോഡൽ സ്വിഫ്റ്റ് VX ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 53,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 53,000 കിലോമീറ്റർ. പെട്രോൾ 4 സിലിണ്ടർ. ഓക്കെ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ക്ലിയർ ആണ്. നല്ല വണ്ടിയാണ്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ? ഇത് നമുക്ക് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് ഡ്യുവൽ എയർ ബാഗ്, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ്, റിവേഴ്സ് പാർക്ക് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ 6,20,000 ചോദിക്കുന്നത്. 6,20,000 ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാൻ പറ്റും. 85% ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ 5.5-5.25 വരെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? ഇത് സർട്ടിഫൈഡ് ആണ്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കൊടുക്കും. 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്ര വാഹനങ്ങളുണ്ട്. ഇതിൽ ഒരു 99% വാഹനങ്ങൾക്ക് ലോൺ സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വാറണ്ടിയും കാര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വരാൻ പറ്റുന്ന ഷോറൂമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ അൽവിനാണ്. അൽവിനെ താങ്ക് യു സോ മച്ച്. ഈ മഴയത്തും സഹകരിച്ചതിന് താങ്ക് യു.